റീസെൻ്റ്ലി വന്നൊരു ന്യൂസാണ് നമ്മുടെ എല്ലാ ഗെയിമേഴ്സിനും ഒരുപാട് സന്തോഷമുണ്ടാക്കിയ ന്യൂസാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ പബ്ജി ഏകദേശം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മുടെ എല്ലാം ഒരു സമയത്ത് നമ്മുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ തന്നെ മാറ്റിമറിച്ച് അല്ലെങ്കിൽ നമുക്ക് പുതിയ കുറേ കാര്യങ്ങൾ ഗെയിമിങ്ങിൽ തന്നെ പുതിയ കുറേ കാര്യങ്ങൾ കൊണ്ട് തന്നതാണ് ശരിക്കും പറഞ്ഞ പബ്ജി എന്ന് പറയുന്നത്. സോ അതെല്ലാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ്. ആ ഗെയിം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആ ഗെയിമിനുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എത്ര പേര് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട്. ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഗെയിം ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ പറ്റിയാണ്. സോ വെൽക്കം ബാക്ക് ടു ക്യാമ്പസ് സെർച്ച്. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഗെയിം കളിക്കുമ്പോഴത്തേക്കും മുതിർന്ന ആൾക്കാർ നമ്മളെ വഴക്ക് പറയാറുണ്ട്, ഇത് കളിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, സമയം പോകും എന്നൊക്കെ. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഗെയിമിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ശരിക്കും ഗെയിം ഒരു പ്രൊഫഷനാക്കി മാറ്റി അതിൽ നിന്നും നല്ല രീതിയിലുള്ള വരുമാനം അല്ലെങ്കിൽ നല്ലൊരു കരിയറും കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഗെയിമിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കാം ഈ വീഡിയോയിലൂടെ. ഗെയിമിംഗ് ഡിസൈൻസിൻ്റെ പ്രിൻസിപ്പിൾസ്, പ്രോസസ്, സ്കിൽസ്, ഡിസൈനിങ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് ഒരു വീഡിയോ ഗെയിം ക്രിയേറ്റ് ചെയ്തിറക്കുന്നത്. ഗെയിം ഡിസൈനിങ്, കോൺസെപ്റ്റ്സ്, മെക്കാനിക്സ്, സ്റ്റോറി ടെല്ലിംഗ്, ഇൻറ്ററാക്റ്റീവ് എക്സ്പീരിയൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്റ്റുഡൻസിന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് നൽകാനായിട്ട് ഈ ഒരു കോഴ്സിന് സാധിക്കുന്നുണ്ട്. ഗെയിം തിയറി, ഗെയിം ഡെവലപ്മെൻറ്റ്, ഗെയിം ഡിസൈനിങ്, പ്രിൻസിപ്പിൾസ്, ഗെയിം ആർട്ട് ആൻഡ് ഡിസൈനിങ്, ആനിമേഷൻ, ഗെയിം ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ഇതെല്ലാം നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ സ്കില്ലായിട്ട് വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 10th +2 ഒരു റെക്കഗ്നൈസ് ബോർഡിൽ നിന്ന് തന്നെ പാസ്സാവണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ +2 ഒരു 50% എബോവ് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാൻ സാധിക്കുന്നതാണ്. പിന്നെ ചില യൂണിവേഴ്സിറ്റീസും ചില കോളേജസിലും സ്പെഷ്യലി മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ സയൻസ് സ്ട്രീം തന്നെ പഠിച്ചിരിക്കണമെന്ന്. അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോളേജുകളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വരുന്നത്. നമുക്ക് ഇനി ജോബ് ടൈറ്റിൽസ് നോക്കാം ഏതൊക്കെയാണെന്ന്. ഗെയിം ഡിസൈനർ, ലെവൽ ഡിസൈനർ, സിസ്റ്റം ഡിസൈനർ, നരേറ്റീവ് ഡിസൈനർ, ഗെയിം UI ഡിസൈനർ, ഇങ്ങനെയുള്ള ഒരുപാട് ജോബ് ടൈറ്റിൽസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ജോലി സാധ്യതകൾ ഗെയിം ഇൻഡസ്ട്രിയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഗെയിമുകളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരാളായിട്ട് തന്നെ നിങ്ങളുടെ കരിയർ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ധൈര്യത്തോടെ നിങ്ങൾക്ക് ഈ കോഴ്സ് ചൂസ് ചെയ്യാം, നിങ്ങൾ അതിൽ പാഷനേറ്റഡ് ആണെങ്കിൽ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി നല്ലതുപോലെ പഠിക്കുക, നല്ലതുപോലെ അറിഞ്ഞതിന് ശേഷം മാത്രം ഈ കോഴ്സ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഗെയിം എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല, അതും ഒരു വലിയ ഇൻഡസ്ട്രിയാണ് അല്ലെങ്കിൽ ഒരു വലിയ കരിയർ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയിലൂടെ പുതിയ കോഴ്സുകളുമായിട്ട് വീണ്ടും കാണാം.